ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കല്ലേ? അപ്പോൾ നമ്മുടെ സ്കൂൾ തുറക്കലും തിരക്കും പരിപാടികളൊക്കെ കഴിഞ്ഞത് നമ്മുടെ അടുത്ത ആഘോഷങ്ങൾ വരാനായി. അടുത്തത് വരാൻ പോകുന്നത് നമ്മുടെ പെരുന്നാളാണ്. പെരുന്നാളിൻ്റെ ഒരാഴ്ച മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടത്. പെരുന്നാളിന് ഡ്രസ്സ് എടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഈ വീക്കെൻഡിലെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു പ്രോഗ്രാം. കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ്. എന്നാലും കുറച്ച് കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ഈ വർഷം ഞങ്ങളുടെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ, എൻ്റെ വീട്ടിലൊക്കെ ബ്രദേഴ്സിൻ്റെ കല്യാണങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ വേണ്ടതെന്ന് വിചാരിച്ചിട്ട് എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു. സിമ്പിളായിട്ട് എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ ഒറ്റപ്പാലത്തുള്ള പുതിയ റോയൽ സിൽക്സിൻ്റെ പുതിയൊരു ഔട്ട്ലെറ്റാണ്, അവിടെ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടെയാണ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയത്. പിള്ളേരൊക്കെ നല്ല ഹാപ്പിയാണ്. സ്കൂൾ തുറന്ന് ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതേപോലെ ഒന്ന് പിള്ളേരൊക്കെ ഒന്ന് റിലാക്സായി ഒന്ന് സെറ്റായിട്ട് വരികയാണ്. അപ്പോൾ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം അവിടെ പോയിരുന്നു. അപ്പോൾ നല്ല കളക്ഷൻസൊക്കെ കണ്ടതുകൊണ്ട് പിന്നെ ഇപ്രാവശ്യം പെരുന്നാളിന് അവിടെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. അവിടെ എന്താ വേണ്ട? എന്ത് ഡ്രസ്സാ വേണ്ട? പച്ച ഡ്രസ് വേണം. സാരി വേണം. സാരി എടുക്കണം. ഈ പെമ്പിള്ളേരുള്ള അമ്മമാർക്കറിയാം ഒരുപാട് ടൈമാണല്ലേ ഇവർക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്തെടുക്കണമെങ്കിൽ. ഒരുപാട് ഓപ്ഷൻസ് ആയതുകൊണ്ട് തന്നെ എല്ലാ സെക്ഷനിലും വാരി വലിച്ചിട്ടിട്ടൊന്ന് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. ഇപ്രാവശ്യം പോയി എടുക്കാൻ എന്താ എടുക്കുന്നത് എന്നുള്ളൊരു ഐഡിയയിലൊന്നും അല്ല പോയത്. ജസ്റ്റ് അവിടെ പോയി നോക്കി എന്താണെന്ന് വെച്ചാൽ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ ലീന അത് വേണം ഇത് വേണം, അവൾക്ക് ഓരോ മോഡൽ അവൾ എന്തൊക്കെയോ കുറേ കണ്ടുവച്ചിട്ടൊക്കെയാണ് പോയത്. പക്ഷെ അവിടെ പോയിട്ട് ആകെ കൺഫ്യൂഷനായി. ഹെസയ്ക്ക് പെട്ടെന്ന് കിട്ടി, പക്ഷെ ലീനയ്ക്ക് കുറേ നേരം തിരഞ്ഞ് അവൾക്ക് എന്തൊക്കെ കാണിച്ചു കൊടുത്താലും അവളുടെ എക്സ്പെക്റ്റേഷനിലുള്ളതുപോലെ വരുന്നില്ല. അപ്പോൾ കുറേ ടൈം എടുത്തു. ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു ടോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. കാരണം ഇനി കല്യാണങ്ങൾക്കൊക്കെ ഒരുപാട് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു സിമ്പിളായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ വിചാരിച്ച പോലെ ഒന്നും കുറേ ഒന്നും അങ്ങനെ സെറ്റായിട്ടില്ല. ലാസ്റ്റ് ഒരു 3 പീസ് സെറ്റ് തന്നെയാണ് എടുത്തത് കേട്ടോ. ടോപ്പൊക്കെ എടുക്കുമ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട്. പക്ഷെ നമുക്കിതുപോലെ ഇങ്ങനെ കുറച്ചൊരു നല്ല ലെങ്ത്തിലും കൈയൊക്കെ കുറച്ചൊക്കെ സ്ലീവൊക്കെ കുറച്ചും കൂടി ലെങ്ത്ത് വരുന്നതൊക്കെയാണ് എനിക്കിപ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് തോന്നാറ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി വരുമ്പോൾ നമുക്ക് കുറേ ടൈം എടുക്കും സെലക്ട് ചെയ്യാൻ. എന്നാലും പിന്നെ എനിക്ക് ലാസ്റ്റ് 3 പീസ് സെറ്റിൽ തന്നെ ഒന്ന് എടുത്തു കേട്ടോ ഞാൻ. ലീനയാണ് ഫസ്റ്റ് എടുത്തത്. ആക്ച്വലി ലീനയ്ക്ക് അത് ആ ഒരു ഫ്രോക്ക് കാണിച്ചില്ല, അവൾ ആ ഫ്രോക്ക് അവൾക്ക് നല്ല ഇഷ്ടമായിട്ട് അവൾ അത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഫിക്സ് ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ അത് ലാസ്റ്റ് അത് എന്തുണ്ടായെന്ന് വെച്ചാൽ ഡ്രസ്സിങ് റൂമിൽ പോയി ഇട്ട് നോക്കുമ്പോൾ അതിൻ്റെ തല കൊള്ളുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് എടുത്തില്ല കേട്ടോ. ഇപ്പോൾ നോക്കി ലാസ്റ്റ് ക്ലൈമാക്സ് എന്താണ്ടായെന്ന് വെച്ചാൽ അവൾക്ക് എടുത്തില്ല. അതാണ് ഇപ്പോൾ ഉണ്ടായത്. അവൾ ആദ്യം തന്നെ കയറിയിട്ട് ഒരു പർപ്പിൾ ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള ഒരു ജീൻസ് എടുത്തിട്ട് കൈ പിടിച്ചു. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് അത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് കൈ പിടിച്ചു. പിന്നെ അതിന് മാച്ച് ചെയ്ത ടോപ്പ് തപ്പി കുറേ നേരം വെറുതെ വേസ്റ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ
പക്ഷെ സംഭവം കിട്ടിയില്ല. അപ്പോൾ ജീൻസ് മാത്രം എടുത്ത് പോകുന്നുണ്ട്. ഇനി ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ദിവസം വേറെ പോയി നോക്കണം. അതാണ് ഉണ്ടായത്. ഞാൻ ഇതുപോലെ കുറേ തപ്പി, എന്തെങ്കിലും 2-3 കിട്ടിയാലും വെറുതെ കിടന്ന് അവിടെയൊക്കെ കുന്നും കൂടി പരതി നോക്കുന്നത് നമ്മുടെ പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവമാണല്ലോ അല്ലേ. കിട്ടിയത് പെട്ടെന്ന് എടുത്ത് പോരുന്ന ശീലമില്ലല്ലോ. വെറുതെ വന്നതല്ലേ, എല്ലാം ഒന്ന് നോക്കി കണ്ടിട്ട് പറയാം എങ്ങനെ ഇനി ബിരിയാണി കൊടുത്താലോ എന്ന് പറഞ്ഞ പോലെ എല്ലാതും പോയിട്ടൊന്ന് വെറുതെ ഒന്ന് പോയിട്ട് ഒന്ന് വെറുതെ ഒന്ന് പോയിട്ട് മാന്തി നോക്കണം സ്വഭാവമുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഫിക്സ് ചെയ്ത ഡ്രസ്സ്. ഒരു ലൈറ്റ് ഷെയ്ഡിലുള്ള ഒരു 3 പീസ് സെറ്റാണ്. ഇങ്ങനെ ലേസ് ഷോളിലൊക്കെ ഇതുപോലെ ടോപ്പിലും ഒക്കെ ഇങ്ങനെ ഒരു ലേസ് വർക്ക് വരുന്ന ഒരു സിൽക്കി, എന്ത് മെറ്റീരിയലാണ്, ഒരു സിൽക്കി ടച്ചുള്ള ഒരു മെറ്റീരിയൽ. നമുക്ക് അയൺ ചെയ്യാണ്ടെയും വാഷ് ചെയ്യാനും അയൺ ചെയ്യാനൊക്കെ നല്ല പെട്ടെന്ന് നല്ല സുഖമായിട്ട് ഇടാൻ പറ്റിയ ഒരു ഇതാണ് ഞാൻ എടുത്തത് കേട്ടോ. പിന്നെ അവിടെ വെഡ്ഡിങ്ങിൻ്റെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു, ഒരു ബ്രൈഡൽ ലോഞ്ച് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ ഒന്ന് കയറി നോക്കിയിട്ടോ, കല്യാണങ്ങളൊക്കെ വരുന്ന കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും കളക്ഷൻസൊക്കെ ഒന്ന് കണ്ടിരിക്കാം, ഒന്ന് നോക്കി വെച്ചേക്കാം, പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊന്ന് കയറി. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. നല്ല വർക്ക് വരുന്നതും സിമ്പിൾ വർക്ക് വരുന്നതും എല്ലാ റേഞ്ചിൽ വരുന്നതും ഉണ്ട്. അവരുടെ അടുത്ത് ഒരു 3500 to 20,000 റേഞ്ചാണ് അവർ പറഞ്ഞത്. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ കണ്ടു, ഇതൊക്കെ പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ലീന എങ്ങനത്തെയൊക്കെയാണ് നോട്ടിട്ട് വെച്ചിരിക്കുന്നത്. ഇതുപോലെ പ്ലെയിൻ നെറ്റിൻ്റെ സ്കേർട്ടും അതുപോലെ ക്രോപ്പ് ടോപ്പും വരുന്ന പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെ ബ്രൈഡ്സിൻ്റെ ലെഹങ്ക സെറ്റ് ഒരു 3500 to 20,000 റേഞ്ചിൽ വരെ ഉള്ളത് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്നതും സ്റ്റാർട്ടിങ് വരുന്നത് 3500 ആണ്. 3500ൻ്റെ വരുന്നത് ഇതുപോലെ ഇങ്ങനെ ത്രെഡ് വർക്കിൽ വരുന്ന സംഭവങ്ങളാണ് കേട്ടോ. സ്റ്റോൺ ഇല്ലാണ്ട് ത്രെഡ് കൊണ്ട് മാത്രം ഇങ്ങനെ വർക്ക് വരുന്നത്. എന്നാലും അത്യാവശ്യം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. സ്കേർട്ട് ഇതുപോലെ ഒരു ക്രോപ്പല്ല, അതുപോലെ ക്രോപ്സ് ബ്രൈഡ് സൈഡില്ലേ അതുപോലത്തെ ടോപ്പും അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ടോപ്സും അതുപോലെ ഷോളും നെറ്റിൻ്റെ ഷോളും വരുന്ന സെറ്റാണ്. പിന്നെ ഇതുപോലെ ഇങ്ങനെ സ്റ്റോൺ വർക്കൊക്കെ വരുന്നതിനൊക്കെ ഒരു 5,000 എബോവ്. എന്നാലും ഒരു ബിലോ 10,000 വിത്തിൻ 10,000 ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. പിന്നെ വീക്ക്ലി ഇതിങ്ങനെ അപ്ഡേറ്റഡ് ആവും, വീക്ക്ലി കുറേ കളക്ഷൻസ് വരും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്, ഇത്രയും അടുത്ത് എന്തായാലും വന്നതല്ലേ, അപ്പോൾ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. നമുക്ക് എൻ്റെ ഇക്കടെ അനിയൻ്റെ ബ്രദറിൻ്റെ കല്യാണവും ഉണ്ട്, പിന്നെ അതുപോലെ എൻ്റെ 2 ബ്രദേഴ്സിൻ്റെ കല്യാണം ഉണ്ട്. അപ്പോൾ നിറയെ ബ്രൈഡ്സിന് ഒക്കെ ഒരുപാട് എടുക്കാനുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് കണ്ടു വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ കണ്ടു. ഈ ലാവൻഡർ ഷെയ്ഡിലുള്ളതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണുന്നത്. സ്റ്റോണ് വരുന്നത് ഇതിനൊക്കെ ഒരു 9,000 ആ ഒരു റേഞ്ചൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ റെൻറ്റിന് എടുക്കണോ, അതുപോലെ റെൻറ്റിന് എടുക്കാമെന്നായിരുന്നു പ്ലാന്. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും മേടിക്കുകയാണ് നല്ലതെന്ന് തോന്നും. പക്ഷെ ഒന്നും തീരുമാനിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഞങ്ങൾ വെച്ച് നോക്കിയിട്ടോ. ലീനക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൾ ഇതൊക്കെ വെച്ച് നോക്കിയിരുന്നു കേട്ടോ. പക്ഷെ മുടിൻ്റെ വെയിറ്റാണ് കേട്ടോ, ഒടുക്കത്തെ വെയിറ്റാണ്. ഇതൊക്കെ താങ്ങി എങ്ങനെയാണ് ബ്രൈഡ്സ് ഒരു ഡെയിലി ഒരു ഫുൾ ഡേ എങ്ങനെയാണ് നിൽക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്കൊക്കെ പിന്നെ ആ സമയത്തൊക്കെ സാരി ഇത്ര വെയിറ്റ് ഒന്നും എന്തായാലും സാരി ഇല്ലല്ലോ. അപ്പോൾ ഇത് ഞാനൊന്ന് വെച്ച് നോക്കിയിട്ടോ. എന്നിട്ടൊന്ന് വെച്ച് നോക്കിയിട്ട് തന്നെ എനിക്ക് നടക്കാൻ തന്നെ പറ്റുന്നില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല വൈറ്റ് ഷെയ്ഡിലുള്ള സ്റ്റോൺസ് ആ നല്ല ഒരു ലാവൻഡർ ഷെയ്ഡിൽ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ.
ലീനക്കും ഹെസിക്കും കല്യാണത്തിന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്കേർട്ട്, ഇതുവരെ അവർക്ക് അങ്ങനത്തെ ഡ്രസ്സൊന്നും ഞാൻ ഇതുവരെ എടുത്തു കൊടുത്തിട്ടില്ല. രണ്ടുപേർക്കും അങ്ങനെ വലിയ ഇഷ്ടമല്ല. ഇപ്പോഴാണ് ലീനയ്ക്ക് ഇങ്ങനത്തെ സംഭവങ്ങളോടൊക്കെ കുറച്ച് ഇഷ്ടമൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പോൾ അവൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അവിടെ കണ്ടപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയതാട്ടോ. ഇതുപോലെ സ്കേർട്ട്, ഇങ്ങനെ പ്ലെയിൻ നെറ്റിൻ്റെ സ്കേർട്ടും ഇതുപോലെ നല്ല അടിപൊളി വർക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസും അതുപോലെ ഷോളും, ഇതൊക്കെ ഇട്ട് എങ്ങനെ പിള്ളേർ നടക്കുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നാലും സ്റ്റിച്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. മിക്കവാറും റെഡിമെയ്ഡ് എടുക്കണ്ടാവില്ല. സ്റ്റിച്ച് ഇത്രയും ഹെവി ആയിട്ട് വേണ്ട. പിന്നെ അത് നമ്മൾ യൂസ് ചെയ്യൂല അല്ല, അതാണ് ഇത്രയും നമ്മൾ മെനക്കെട്ട് എടുത്തിട്ട് പിന്നെ അത് പിള്ളേർ അത് യൂസ് ചെയ്യില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര അതൊരു വേസ്റ്റ് അല്ലേ. അപ്പോൾ പിന്നെ എന്തായാലും സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കുറച്ചും കൂടി സിമ്പിളായിട്ട് രണ്ടുപേർക്കും ഒരേപോലെ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് പ്ലാന് മനസ്സിൽ. അപ്പോൾ അതേ ഞാൻ കുറേ അവിടുത്തെ കളക്ഷൻസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കണ്ണോടിച്ചിട്ടോ, വീട്ടിലെല്ലാവർക്കും കാണിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാതും ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടോ. നല്ല കിട്ടുന്നില്ല കേട്ടോ, അത്ര നല്ല വെയിറ്റാണ് ഓരോന്നിനും. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. വെൽവെറ്റിൻ്റെ കണ്ടോ, ഇതൊക്കെ വെൽവെറ്റിൻ്റെ സംഭവമാണ് കേട്ടോ. ഇതിനൊക്കെ വരുന്നത് എൻ്റെ ഒരു 9000 റേഞ്ചിലൊക്കെയാണ് വരുന്നത്. വിത്തിൻ 10,000 ആണ് എല്ലാം. ഇവിടെ ഹാങ് ചെയ്തിട്ടുള്ളതെല്ലാം വിത്തിൻ 10,000 ആണ്. പിന്നെ കുറച്ചും കൂടി കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ് അവിടെ ഫ്രണ്ടിൽ ഷെൽഫിലിരിക്കുന്നതൊക്കെ അതാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് 10,000 വിത്തിൻ 10,000 ഒരുപാട് ഓപ്ഷൻസ് ഉള്ള കാരണം ഞാൻ അതൊന്നും വല്ലാണ്ട് നോക്കിയില്ല. പിന്നെ അതുപോലെ തന്നെ സാരീസും അവൈലബിൾ ആണ്. വെഡ്ഡിങ് സാരീസ്, പട്ട് സാരി, അതുപോലെ ഫാൻസി സാരീസും ഒക്കെ അവിടെ കണ്ടു കേട്ടോ. പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. പ്രൊമോഷൻ വീഡിയോ പോലെ ഡയലോഗ് അടിച്ച് കൂട്ടുന്നുണ്ട് ഞാൻ. എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ ഞാൻ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. റേറ്റ് ഉണ്ട് അല്ലേ? സ്കേർട്ട് അല്ല, ടോപ്പ് അൺസ്റ്റിച്ച്ഡ് ആണല്ലേ? ഫുൾ അങ്ങനെ 3/4 സ്ലീവിനുള്ള ഇതൊക്കെ വരില്ലേ? അത് 9. ഇതൊക്കെ റേഞ്ചിൽ 9-10 റേഞ്ചിൽ ഫുൾ സ്റ്റോൺ അല്ലേ? സ്റ്റോൺ അതെ. പിന്നെ നമ്മൾ കുറച്ച് സാരിയും കാര്യങ്ങളൊക്കെ നോക്കി. സാരീസൊന്നും ഞാൻ പൊതുവെ സാരീസ് യൂസ് ചെയ്യാറില്ല. എന്നോ ഒരിക്കൽ എടുത്തതാണ് സാരിയൊക്കെ. പിന്നെ എടുക്കാൻ ഇഷ്ടമാണ്, പക്ഷെ നമ്മൾ അത്ര കംഫർട്ടബിൾ അല്ല സാരിയിൽ. അതുകൊണ്ട് സാരി തീരെ നോക്കാറില്ല. എന്തായാലും കല്യാണത്തിന് ഒരു ദിവസം സാരി എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്, പ്ലാനിലുണ്ട്. അപ്പം ഞാൻ വെറുതെ സാരീസിലൊക്കെ ഒന്ന് നോക്കി. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ സാരീസൊന്നും വലിയ ഇഷ്ടമല്ല. ഇവിടെ അധികം ഫാൻസി ടൈപ്പ് സാരീസ് ആയിരുന്നു കേട്ടോ. ഞാൻ എന്തെങ്കിലും സാരി ഇതുപോലെ റണ്ണിങ് മെറ്റീരിയൽ മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ലേസ് വർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഓർഗൻസ, ഇതുപോലെ ഇങ്ങനത്തെ ഒരു ഷൈനിങ് ഉള്ള ഒരു സൈസ് ഒരു ക്ലോത്താണ് ഇപ്പോൾ ട്രെൻഡ് എന്ന് തോന്നുന്നു. അങ്ങനത്തെ കുറേ സാരീസൊക്കെ നോക്കി. ഇതൊക്കെ റണ്ണിങ് മെറ്റീരിയലിൽ വരുന്നതാണ് കേട്ടോ. ഇതൊക്കെ സാരിക്ക് വേണ്ടി തന്നെ അവർ മുറിച്ചെടുക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കളക്ഷൻസൊക്കെ നോക്കി. ബോർഡർ ഒന്നും ഇല്ല അല്ലേ ചേച്ചി? 345.
പിന്നെ കുട്ടികൾക്ക് ഫ്രോക്കും അതുപോലെ സ്കേർട്ടൊക്കെ അടിക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു ടൈപ്പിലുള്ള കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇതുപോലെ നല്ല വർക്ക് വരുന്ന ഹെവി വർക്ക് വരുന്നതും ഉണ്ട്, അതുപോലെ സിമ്പിൾ സീക്വൻസ് വർക്ക് വരുന്നതും ഉണ്ട്, സ്റ്റോൺ വർക്ക് വരുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നോക്കി ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചതാണ്. കുറേ പ്ലാൻസ്, കുറേ ഡിസൈൻസ് ഒക്കെ മനസ്സിലുണ്ട്. അപ്പോൾ അതിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചു. ഒരുപാട് ഹെവി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഹെവി ആയി പിന്നെ പിള്ളേർക്ക് ഒന്ന് ഫുൾ ഡേ യൂസ് ചെയ്യേണ്ടതല്ലേ, അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുപോലെ ഒരുപാട് സ്റ്റോൺ വർക്ക് ഇല്ലാണ്ട് ഇതുപോലെ സീക്വൻസ് വർക്ക് ഉള്ള എന്തെങ്കിലുമൊക്കെ നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. സ്കേർട്ട് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത് ലീനക്കും ഹെസിക്കും. അപ്പോൾ ഞാൻ എടുത്തില്ല, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ച് പോന്നു. അതുപോലെ തന്നെ ഇതുപോലെ സാരിക്ക് മെറ്റീരിയൽസ് ഒരുപാടുണ്ട്. ഇതൊക്കെ സാരിക്ക് വേണ്ടിയിട്ട് സാരിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇതൊക്കെ കേട്ടോ. ഇതിൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് എന്തെങ്കിലും ഡിസൈൻ വർക്ക് കൊടുക്കണമെങ്കിൽ ബോർഡേഴ്സിലൊക്കെ എന്തെങ്കിലും ലേസ് വർക്ക് അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതൊക്കെ മീറ്ററിന് ഐ തിങ്ക് ഒരു 200 ബിലോ എന്തോ ഉള്ളൂ ഇതിനൊക്കെ കേട്ടോ. 100 സംതിങ് എന്തോ ആണെന്നാണ് എൻ്റെ ഓർമ്മ അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ കുറേയൊക്കെ വീഡിയോ ഒക്കെ എടുത്തു, കുറച്ച് നേരമൊക്കെ എടുത്തു. പിന്നെ അതുപോലെ രാത്രിയായിട്ടോ ഇറങ്ങിയപ്പോൾ, ഉച്ചയ്ക്ക് വൈകുന്നേരം കയറിയതാണ്, രാത്രിയായി ഏകദേശം. അപ്പത്തിനും ഹെസൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ഹെസ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫഹമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആളെ കണ്ടു കേട്ടോ. പിന്നെ ഹെസയ്ക്ക് ഡ്രസ്സും വേണ്ട, ഒന്നും വേണ്ട, ഭയങ്കര കളിയായിരുന്നു അവിടെ. ആൾ ഭയങ്കര ഹാപ്പിയായി അവളെ കണ്ടപ്പോൾ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഷോപ്പിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങളായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കമൻറ്റ് ചെയ്യുക, കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.